ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. മീഡിയൻ എന്ന് പറയുന്ന ഏവറേജിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ആവറേജ് ആണ്. നമുക്കറിയാം 3 ആവറേജസ് ആണുള്ളത്: മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇതിലെ മീഡിയൻ എന്ന് പറയുന്ന ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ വി ഓൾറെഡി ലേൺഡ്. എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ? മീഡിയൻ ഈസ് ദ വാല്യൂ വിച്ച് കംസ് അറ്റ് ദ മിഡിൽ ഓർ അറ്റ് ദ സെന്റർ when the values are arranged in ascending or descending order of their magnitude. എന്ന് പറഞ്ഞാൽ നമ്പറുകൾ അതിന്റെ സൈസ് അനുസരിച്ച് ഓർഡറിൽ എഴുതുമ്പോൾ ഐദർ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ അങ്ങനെ എഴുതിയാൽ ഏറ്റവും സെന്ററിലായിട്ട് വരുന്ന വാല്യൂവിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുമ്പോൾ മിഡിലായിട്ട് വരുന്ന ഐറ്റാണ് മീഡിയൻ. അപ്പൊ അതിൽ പൊസിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മീനിൽ പൊസിഷന് ഇമ്പോർട്ടൻസ് ഇല്ല, ഓൺലി കാൽക്കുലേഷൻ വി ഹാവ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് മാത്തമെറ്റിക്കൽ ആവറേജ് എന്നാണ് പറയാം, പക്ഷെ മീഡിയൻ എന്ന് പറയുന്നത് പൊസിഷണൽ ആവറേജ് ആണ്. അവിടെ പൊസിഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി 3 സീരീസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു: ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. അതിൽ ഫസ്റ്റ് സീരീസിൽ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫോർമുല വി ഓൾറെഡി ലേൺ പ്രീവിയസ് ക്ലാസ്. മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ഇൻഡിവിജ്വൽ സീരീസിൽ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. ഫോർമുല ഇതായിരുന്നു: n+1/2th item. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് മീഡിയൻ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടുപിടിച്ചത്. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യാം. സപ്പോസ് യു ആർ ഗിവൺ എ പ്രോബ്ലം: ഫൈൻഡ് മീഡിയൻ (5, 7, 4, 3, 9). ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് തന്നു. നമുക്കറിയാം ഇഫ് വാല്യൂസ് ഓൺലി ഗിവൺ ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇതിൽ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ മീഡിയൻ ഒരു പൊസിഷണൽ ആവറേജ് ആണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ പൊസിഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എല്ലാ നമ്പേഴ്സും വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ഓർഡർ, ഐദർ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ ഇതിലെ ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ? 3. നെക്സ്റ്റ് ഏതാ? 4. നെക്സ്റ്റ് 5. നെക്സ്റ്റ് 7. നെക്സ്റ്റ് 9. സോ ഐ റിട്ടൺ ഓൾ ദ വാല്യൂസ് ഇൻ അസെൻഡിങ് ഓർഡർ. ഏറ്റവും ലീസ്റ്റ് തൊട്ട് ഏറ്റവും ഗ്രേറ്റസ്റ്റ് വരെ അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഇനി ഇതിലെ മിഡിൽ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? മിഡിലെ വാല്യൂ 5. അതാണ് മീഡിയൻ ആയിട്ട് വരും. അപ്പോൾ കുറെ നമ്പേഴ്സ് ചെറുതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാം. ബട്ട് വെൻ ദ നമ്പേഴ്സ് ആർ വെരി ഹൈ, ഐ മീൻ ഒരുപാട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതാണ് n+1/2th item എന്ന് പറയുന്ന ഫോർമുല. ഇവിടെ നമ്മൾ ആ ഫോർമുല അപ്ലൈ ആണെങ്കിൽ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഐറ്റം ആണ്. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉള്ളത്? 5 നമ്പേഴ്സ് അല്ലെ. നമ്പർ ഓഫ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. 5+1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 6/2. 6/2 എന്ന് പറഞ്ഞാൽ 3. 3 അല്ല ആൻസർ. നമ്മൾ പറയാം തേർഡ് ഐറ്റം. അതാണ് മിഡിൽ വാല്യൂ വരിക. ഇവിടെ തേർഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതാ? 5. 1, 2, 3 ഓർഡറിൽ എഴുതിയിട്ടുള്ള തേർഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ 5. സോ തേർഡ് ഐറ്റം വിൽ ബി ഈക്വൽ ടു 5. സോ വിൽ ഗെറ്റ് ദ മീഡിയൻ ഈസ് ഈക്വൽ ടു 5. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലെ മീഡിയൻ കണ്ടുപിടിച്ചത്. നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദിസ് ഇയർ ഓൾസോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവർ ഈവൻ 10th സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കൂടുതലും കണ്ടിന്യൂസ് സീരീസിലാണ് കൂടുതൽ ചോദിക്കാറെങ്കിലും സംടൈംസ് യു ക്യാൻ എക്സ്പെക്ട് സച്ച് ക്വസ്റ്റ്യൻ ഓൾസോ. ഇനി ഇവിടെ നമുക്ക് ഓഡ് നമ്പർ ആയിരുന്നു തന്നിട്ടുള്ളത്. 5 നമ്പേഴ്സ് ആണ്. ഇനി ഇവിടെ ഈവൺ നമ്പേഴ്സ്, അതായത് 6ഓ 8ഓ തരികയാണെങ്കിൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ മീഡിയൻ? അതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. ഇവിടെ ഓഡ് നമ്പേഴ്സ്, അതായത് ടോട്ടൽ 5 നമ്പേഴ്സിന് പകരം ഈവൺ നമ്പേഴ്സ് ആണ് വരണമെങ്കിൽ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 5, 10, 7, 3, 4, 8. യു ഹാവ് ടു ഫൈൻഡ് ദ മീഡിയൻ. മീഡിയൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ.
ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം ചെയ്യേണ്ട ഏതാ? അസെൻഡിങ് ഓർഡറിൽ എഴുതണം അല്ലെ. വിച്ച് ഈസ് ദ ലീസ്റ്റ് വാല്യൂ? 3, നെക്സ്റ്റ് വൺ 4, നെക്സ്റ്റ് വൺ 5, നെക്സ്റ്റ് വൺ it is 7, next it is 8 and the last one 10. അപ്പോൾ നമ്മൾ ആദ്യം വാല്യൂസ് അറേഞ്ച് ചെയ്തു. ഏതോടെല്ലാം? അസെൻഡിങ് ഓർഡറിൽ എഴുതി. നെക്സ്റ്റ് ഇവിടെ നമുക്ക് മിഡിൽ വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം തന്നിട്ടുള്ള നമ്പേഴ്സ് ഏതാ? ഈവൺ നമ്പേഴ്സ് ആണ്. അപ്പൊ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ മീഡിയൻ ഈസ് ഈക്വൽ ടു, ഫോർമുല ഏതാ? n plus 1/2 ഐറ്റം. ഇവിടെ നമ്പർ ഓഫ് ഐറ്റം എത്ര ഐറ്റംസ് ഉള്ളത്? 6. So 6 plus 1/2 item. 6 plus 1 എന്ന് പറഞ്ഞാൽ 3, 7. So 7/2 item which is equal to, നമുക്കറിയാം 7/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.5 item. അപ്പോൾ ഇവിടെ ഡെസിമൽ നമ്പർ വരും, കാരണം തന്നിട്ടുള്ള നമ്പേഴ്സ് ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ 1 ആഡ് ചെയ്യുമ്പോൾ അത് ഓഡിലേക്ക് മാറും. ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഡെസിമൽ വരും. 3.5 ഐറ്റം. അപ്പോൾ 3.5 ഐറ്റം ഏതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം. 3.5 എന്ന് പറഞ്ഞാൽ 3ന്റെയും 4ന്റെയും ഹാഫ് ആണ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് തേർഡ് ഐറ്റം പ്ലസ് ഫോർത്ത് ഐറ്റം ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 3.5 എന്ന് പറഞ്ഞാൽ 3.5 ആണ്. അത് 3ന്റെയും 4ന്റെയും മിഡിൽ ആയതുകൊണ്ട് തേർഡ് ഐറ്റം ഫോർത്ത് ഐറ്റം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7.5 ഐറ്റം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതാ വരിക? 7.5 എന്ന് പറഞ്ഞാൽ 7ന്റെയും 8ന്റെയും മിഡിലാണ്. അപ്പോൾ 7 പ്ലസ് എന്താ വരിക? 8 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് 3.5 ഐറ്റം എന്ന് പറയുമ്പോൾ തേർഡ് ഐറ്റം പ്ലസ് ഫോർത്ത് ഐറ്റം ബൈ 2. തേർഡ് ഐറ്റം എന്നിവിടെ പറഞ്ഞാൽ നമുക്കറിയാം തേർഡ് ഐറ്റം നമ്മൾ ഓർഡറിൽ എഴുതിയിട്ടുള്ളതിൽ 5 ആണ്. ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് 7 ആണ്. ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് 5 പ്ലസ് 7 വിച്ച് വിൽ ബി 12 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 5 plus 7 12/2 ഈസ് ഈക്വൽ ടു 6. ആ 6 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു നമ്പർ ആവണമെന്നില്ല. മേ നോട്ട് ബി ഗിവൺ നമ്പർ, ദാറ്റ് ഡസന്റ് മാറ്റർ. അത് നമുക്ക് പ്രശ്നമില്ല. ഇവിടെ തന്നിട്ടുള്ള വാല്യൂ തന്നെ മീഡിയൻ വരണമെന്നില്ല. ആൻസർ യു വിൽ ബി ഗെറ്റിംഗ് 6. ദാറ്റ് വിൽ ബി ദ മീഡിയൻ. ഇങ്ങനെയാണ് ഈവൺ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിന് പകരം ഡിസ്ക്രീറ്റ് സീരീസിൽ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കാന്നാണ് പറയാൻ പോകുന്നത്. സോ സെക്കൻഡ് സീരീസ് വി ഹാവ് ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ വാല്യൂസും പിന്നെ ഏതുണ്ടാവും? ഫ്രീക്വൻസി. അങ്ങനത്തെ ഒരു കേസിൽ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് പറയുന്നത്. അതിൽ ഫോർമുല ചെറിയ വ്യത്യാസമുണ്ട്. മുമ്പത്തെ ഫോർമുല സ്മോൾ n plus 1 ആയിരുന്നെങ്കിൽ ഇവിടെ ഫോർമുല ക്യാപിറ്റൽ n plus 1/2 ഐറ്റം. അതാണ് നമ്മുടെ ഫോർമുല വരിക. ക്യാപിറ്റൽ n, സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വാല്യൂസ് ആണെങ്കിൽ ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ് വരിക. സം ഓഫ് ഫ്രീക്വൻസി പ്ലസ് 1/2 ഐറ്റം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് മീഡിയൻ ഫസ്റ്റ് കോളത്തിൽ വാല്യൂസ് തന്നു വിചാരിക്കുക. നെക്സ്റ്റ് കോളം ഫ്രീക്വൻസി. സപ്പോസ് ദ വാല്യൂസ് ആർ ഗിവൺ ലൈക്ക് ദിസ് 5, 10, 12, 15 and 20. Frequencies, suppose it is 4, 6, 7, 3, 9. രണ്ട് കോളം തന്നിട്ടുണ്ട്, വാല്യൂസും പിന്നെ ഏതാ? ഫ്രീക്വൻസി ആർ ഗിവൺ. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് മീഡിയൻ? അതാണ് പ്രോബ്ലം. ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസിലെ ഒരു പ്രോബ്ലം ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലോ കണ്ടിന്യൂസ് സീരീസിലോ ഒരു പ്രോബ്ലം തന്നാൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് നെക്സ്റ്റ് കോളം ഇറ്റ് ഈസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഷോർട്ട് ആയിട്ട് CF എന്ന് പറയും. കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്താണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 ആണ് ആദ്യത്തെ ഫ്രീക്വൻസി, അതുപോലെ എഴുതി 4.
നെക്സ്റ്റ് ഈ 4ന്റെ കൂടെ നെക്സ്റ്റ് ഫ്രീക്വൻസി അതേതാ 6, അത് ആഡ് ചെയ്യാം. 4 + 6 what it will be 10. നെക്സ്റ്റ് 10ന്റെ കൂടെ 7 ആഡ് ചെയ്യാം. 10 + 7 what it will be 17. നെക്സ്റ്റ് 17ന്റെ കൂടെ 3 ആഡ് ചെയ്തു. 17 + 3 it will be 20. നെക്സ്റ്റ് 20 + 9 what it will be 29. ഇനി ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എഴുതി, അതിന്റെ കൂടെ നെക്സ്റ്റ് ഫ്രീക്വൻസി ആഡ് ചെയ്തു, അതിന്റെ കൂടെ നെക്സ്റ്റ് ഫ്രീക്വൻസി ആഡ് ചെയ്തു, അതിന്റെ കൂടെ നെക്സ്റ്റ് ഫ്രീക്വൻസി ആഡ് ചെയ്തു. ഇങ്ങനെ ആഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസിയുടെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. എല്ലാ ഫ്രീക്വൻസിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 29. അപ്പൊ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ ലാസ്റ്റ് വാല്യൂ തന്നെയായിരിക്കും എപ്പോഴും ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിട്ട് വരിക. ബിക്കോസ് ഇവിടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കിട്ടണത്? ഫ്രീക്വൻസികൾ ആഡ് ചെയ്തിട്ടാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചത്. അപ്പൊ ഈ വാല്യൂ തന്നെയായിരിക്കും ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി വരിക. വേറെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ലാസ്റ്റ് വാല്യൂ എഴുതിയാൽ മതി. ദാറ്റ് വിൽ ബി 29. നെക്സ്റ്റ് വി ക്യാൻ യൂസ് ദ ഫോർമുല. മീഡിയൻ കാണാനായിട്ടുള്ള ഫോർമുല ഏതാ? ക്യാപിറ്റൽ N + 1/2th ഐറ്റം. ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എത്രയാ? 29 + 1/2th ഐറ്റം. 29 + 1 എന്ന് പറഞ്ഞാൽ അറിയാം 30 / 2. 30/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 15th ഐറ്റം. 15 അല്ല ആൻസർ. 15th ഐറ്റം ഏതാണോ അതാണ് മീഡിയൻ ആയിട്ട് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് 15th ഐറ്റം കണ്ടുപിടിക്കുക എന്നാണ്. ഇവിടെ ടോട്ടൽ എത്ര വാല്യൂസ് ഉള്ളത്? 1 2 3 4 5 വാല്യൂസ് അല്ല ടോട്ടൽ ഉള്ളത്. എത്ര വാല്യൂസ് ടോട്ടൽ ഉണ്ട്? 29 വാല്യൂസ് ആണ് ഇത്. എന്താ കാരണം? 5 എന്ന് പറഞ്ഞ വാല്യൂ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 10 എന്ന് പറഞ്ഞ വാല്യൂ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 12 7 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 15 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 29 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 29 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4 പൊസിഷനിൽ ഏത് നമ്പർ ആയിരിക്കും എടുക്കുക? 5. നമ്പേഴ്സ് എഴുതുമ്പോൾ ആദ്യത്തെ 4 പൊസിഷനിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. 5th പൊസിഷനിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? 10. അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 6 ടൈംസ്. അപ്പൊ നെക്സ്റ്റ് 5th പൊസിഷൻ തൊട്ട് 10th പൊസിഷൻ വരെ ഏത് നമ്പർ ആയിരിക്കും വരിക? 10 ആണ്. അതാണ് മീൻ ചെയ്യണത്. നെക്സ്റ്റ് 11th പൊസിഷൻ തൊട്ട് 17th പൊസിഷൻ വരെ ഏത് നമ്പർ ആയിരിക്കും എടുക്കുക? 12. നമ്മൾ 29 നമ്പേഴ്സ് കോമിട്ട് എഴുതുകയാണെങ്കിൽ ഇതുപോലെയാണ് വരിക. 18th പൊസിഷൻ തൊട്ട് 20th പൊസിഷൻ വരെ ഏത് നമ്പർ ആയിരിക്കും? 15. എല്ലാ നമ്പറും കോമിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇതുപോലെ വരും. 21st പൊസിഷൻ തൊട്ട് 29th പൊസിഷൻ വരെ ഏത് നമ്പർ ആയിരിക്കും എടുക്കുക? 20. ഇതാണ് ഇതിന്റെ മീനിങ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 15th ഐറ്റം എന്ന് പറഞ്ഞാൽ 15th പൊസിഷനിൽ വരുന്ന നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ 10 കഴിഞ്ഞാൽ 11th പൊസിഷൻ തൊട്ട് 17th പൊസിഷൻ വരെ ഏത് നമ്പർ ആയിരിക്കും വരിക? 12 ആയിരിക്കും വരിക. ഇനി അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. അപ്പൊ ആൻസർ വരെ 12 ആണ്. ഇനി അത് വേറെ തരത്തിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കിട്ടുന്ന നമ്പർ 15 ആണെങ്കിൽ CFല് 15 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ. കറക്റ്റ് എക്സാക്ട് ദാറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ അത് എടുക്കണം. അപ്പൊ ഇവിടെ 15 ഇല്ല. അപ്പൊ 15നേക്കാളും ജസ്റ്റ് ഗ്രേറ്റർ തൊട്ടു വലിയ നമ്പർ ഏതാണെങ്കിലും നോക്കുക. അപ്പൊ ഏതാ വരുന്നത്? 17 ആണ് അല്ലെ. 15 കഴിഞ്ഞ് തൊട്ട് ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പർ ഇതില് 17 ആണ്. ആ 17ന്റെ എഗെയിൻസ്റ്റ് വരുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും മീഡിയൻ വരും. അപ്പൊ 17ന്റെ എഗെയിൻസ്റ്റ് വരുന്ന വാല്യൂ ഏതാ? 12. So what will be the answer? You will be getting 12. ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരും. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8th ആയിട്ടാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഇവിടെ 15ന് പകരം 8th ആണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? 8th ഐറ്റം കാണാനായിട്ട് 8 ഇതിലില്ല. 8നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള തൊട്ട് ഗ്രേറ്റർ ആയിട്ടുള്ള ഏതാ? 10. 10ന്റെ അഗെയിൻസ്റ്റ് വരുന്ന നമ്പർ ഏതാ? 10. അപ്പൊ ആൻസർ ഏതായിരിക്കും വരിക? 10. ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. അതായത് ഇവിടെ വരുന്ന നമ്പറിനേക്കാളും ആ നമ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും ജസ്റ്റ് എബവ് തൊട്ട് ഗ്രേറ്റർ വരുന്ന നമ്പർ ഏതാന്ന് നോക്കുക. അതിന്റെ അഗെയിൻസ്റ്റ് വരുന്ന വാല്യൂ അതാണ് ആൻസർ ആയിട്ട് വരിക.
ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലെ മീഡിയൻ കണ്ടുപിടിക്കുക. സോ ദ ആൻസർ യു വിൽ ബി ഗെറ്റിംഗ് 12. നെക്സ്റ്റ് നമ്മൾ തേർഡ് സീരീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്ക്രീറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് സീരീസ്. അതായത് അവിടെ വാല്യൂസ് അല്ല, വാല്യൂസിന് പകരം ഏതായിരിക്കും വരിക, ക്ലാസ്സസ് വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. കണ്ടിന്യൂസ് സീരീസ് അവിടെ ഫോർമുല, രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഒന്ന് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് ഈസ് ഈക്വൽ ടു ഫോർമുല ഇതാണ്, n by tooth item. നമുക്കറിയാം ഇൻഡിവിജ്വൽ സീരീസിലെ സ്മോൾ n plus 1 by tooth item ആയിരുന്നു. ഡിസ്ക്രീറ്റ് ആയപ്പോൾ അത് ക്യാപിറ്റൽ n plus 1 by tooth item ആയി മാറി. കണ്ടിന്യൂസ് ആയപ്പോൾ +1 ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ, n by tooth item. കണ്ടിന്യൂസ് സീരീസിൽ +1 ഇല്ല, നല്ലോണം ശ്രദ്ധിക്കണം. there is no +1 in continuous series. ഇത് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ മാത്രമാണ്. മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കാൻ we have to use another formula. It is called interpolation formula. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഫോർമുല ഉണ്ട്, അത് ഇതാണ്, L1 plus n by 2 minus CF by F into C. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്, മീഡിയൻ ക്ലാസിന്റെ ലെഫ്റ്റ് വാല്യൂ. n by 2 എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുകളിൽ വരണ കുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം എടുക്കാനായിട്ട്. മീഡിയൻ ക്ലാസിന്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, ജസ്റ്റ് അബവ്, തൊട്ട് മുകളിലുള്ളത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ അഗെയിൻസ്റ്റ് വരണ ഫ്രീക്വൻസി, മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. സി എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത്, മീഡിയൻ ക്ലാസിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഇന്റർവെൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത്, അത് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ, ഫൈൻഡ് മീഡിയൻ, ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു വിചാരിക്കുക. 2 columns are given. First one class, next one frequency. Class, suppose it is given 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100. Frequency, suppose it is given 3, 6, 4, 10, 7. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസി. ആദ്യം കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് വാല്യൂ ഏതാ, 3, അതുപോലെ എഴുതി. 3യുടെ കൂടെ 6 ആഡ് ചെയ്തു, വാട്ട് ഇറ്റ് വിൽ ബി 9. 9ന്റെ കൂടെ 4 ആഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി 13. 13ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി 23. 23യുടെ കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 30. സോ നമുക്ക് കുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ലാസ്റ്റ് വാല്യൂ നമുക്ക് 30 എന്ന് കിട്ടും, വിച്ച് വിൽ ബി ദ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് കിട്ടണതും കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ ലാസ്റ്റ് വാല്യൂ സെയിം ആവുമെന്ന് ഞാൻ പറഞ്ഞു. സോ n വിൽ ബി ഈക്വൽ ടു 30. ഇനി n കിട്ടിക്കഴിഞ്ഞാൽ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം മീഡിയൻ ക്ലാസ് ഈസ് ഈക്വൽ ടു n by tooth item. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാ, 30. സോ ഇറ്റ് വിൽ ബി 30 by tooth item. 30 by 2 എന്ന് പറഞ്ഞാൽ 15th item. 15th item വരുന്ന ക്ലാസ് ഏതാണെന്ന് അറിയാനായിട്ട് 15 എന്ന് പറയുന്നത് CF ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല. 15നേക്കാളും ജസ്റ്റ് എബവ്, തൊട്ട് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ഏതാ, 23. അപ്പൊ ഏതാ എടുക്കേണ്ടത്, 23. അതിന്റെ അഗെയിൻസ്റ്റ് വരുന്ന ക്ലാസ് ആണ് നമ്മൾ മീഡിയൻ ക്ലാസ് ആയിട്ട് എടുക്കേണ്ടത്. 15 എന്ന് പറഞ്ഞ വാല്യൂ CF ഇല്ല. 15നേക്കാളും തൊട്ട് വലുത് 23 ആണ്.
23യുടെ അഗെയിൻസ്റ്റ് വരുന്നത് 60 to 80. അപ്പോൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 60 to 80 വരും. ഇനി ഏതാണ് മീഡിയൻ എന്ന് അറിയാനായിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് ഫോർമുല ഇന്റർപോളേഷൻ ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. L1 ഇവിടെ L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതാ 60, 80. അതിന്റെ ലെഫ്റ്റ് വാല്യൂ ഏതാ 60. അതാണ് L1 എന്ന് പറയുന്നത്, ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. പ്ലസ് n/2 അത് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 15. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15 വേറെ ഒന്നും ചെയ്യണ്ട, 15 എഴുതിയാൽ മതി. പിന്നെ ബൈ 2 എടുക്കേണ്ട കാര്യമില്ല, കാരണം 30/2 ഈസ് 15. അതവിടെ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇവിടെ നമ്മൾ മീഡിയൻ ക്ലാസിന്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല എടുക്കേണ്ടത്, തൊട്ട് മുകളിലുള്ള വാല്യൂ, ജസ്റ്റ് അബവ് ദ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതാ 13. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. മീഡിയൻ ക്ലാസിന്റെ ജസ്റ്റ് മുകളിലായിട്ട് വരുന്ന വാല്യൂ ആണ് CF ആയിട്ട് എടുക്കേണ്ടത്, which will be 13 divided by ഫ്രീക്വൻസി. നമ്മൾ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി തന്നെ എടുക്കണം. What it is 10. So മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി it is 10. That is frequency. Into ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞ ക്ലാസ് വിഡ്ത്ത് ആണ്. അതായത് 60, 80യുടെ ഡിഫറൻസ് 80 minus 60 which will be 20. Upper limit minus lower limit. 80 minus 60 is 20, which is equal to 60 plus 15 minus 13, which is 2 by 10 into 20. 15 13 minus ചെയ്യുമ്പോൾ 2 വരും, ബാക്കിയുള്ളതൊക്കെ അതുപോലെ എഴുതും. Which is equal to 60 plus 0 can be cancelled, 2 into 2 which is 4, which is equal to 60 plus 4 which is equal to 64. So the final answer you will get it as median is equal to 64. So what are the steps we done? ആദ്യം ചെയ്യേണ്ടത് കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. കുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. 30/2 which is 15. 15th ഐറ്റം കിടക്കുന്ന ക്ലാസ് ഏതാണ്? 15നേക്കാളും വലിയ കുമുലേറ്റീവ് ഫ്രീക്വൻസി 23. അതിന്റെ അഗൈൻസ്റ്റ് വരുന്ന ക്ലാസ് 60, 80. ആ 60, 80 കിട്ടിക്കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല ഉപയോഗിക്കുക. L1 plus n/2 minus CF/F into C. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വരും ഓരോ വാല്യൂസ്. ഇതിൽ ലോവർ ലിമിറ്റ് n/2, CF എടുക്കേണ്ടത് തൊട്ട് മുകളിലായിട്ടുള്ളത് ഫ്രീക്വൻസി അതേ ക്ലാസിന്റെ ഫ്രീക്വൻസി തന്നെ എടുക്കണം. ഇൻറ്റു ക്ലാസ് വിഡ്ത്ത് ആണ് 80 minus 60, 20. 15 13 മൈനസ് ചെയ്യുമ്പോൾ 2 ആയി, 0 ക്യാൻസൽ ചെയ്തു, 60 plus 4 64. So this is the way to do the problems in continuous series. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ സ്മോൾ n+1/2 ആണെങ്കിൽ ഡിസ്ക്രീറ്റിൽ ഏതാ ക്യാപിറ്റൽ n+1/2 ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ +1 ഇല്ല, n/2 ഐറ്റം. അങ്ങനെയാണ് ഫോർമുലാസ് നമ്മൾ ഓരോന്ന് ചേഞ്ച് ചെയ്യുന്നത്. So hope it is clear to all of you what is median. So നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മോഡിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. Thank you for watching. Don't forget to subscribe.